വെൽക്കം ബാക്ക് ഷെഫ് നിബു റെസിപ്പിയിലേക്ക്. ഇന്നത്തെ കുക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറേ കുട്ടി ഷെഫ്മാർ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് അവരിന്ന് ഉണ്ടാക്കുന്നത്. അത് അവരുടേതായ ഒരു തനതായ സ്റ്റൈലിൽ അവരുടേതായ ഒരു പെർഫോമൻസ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് ഈ കുട്ടി ഷെഫ്മാരെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, എന്റെ പേര് ആലെ. ഞാനുണ്ട് നിങ്ങളുടെ കുക്കിംഗ് ക്ലാസ്സിലേക്ക്. ഹായ് സുന്ദരന്മാർ, എന്റെ പേര് ഏഞ്ചൽ. ഞാനും ഉണ്ട് ഇന്നത്തെ കുക്കിംഗ് ക്ലാസ്സില്. ഞങ്ങളുടെ കൂടെ ഈ കുട്ടി ഷെഫും കൂടി ഉണ്ട്. ഈ കുട്ടി ഷെഫിന്റെ പേരാണ് എഡ്വിൻ. ഇനി നമുക്ക് ചോക്കോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. നീ ഇവിടെ നല്ല പരിപാടിയാണല്ലോ, ഇത് മൊത്തം തീർക്കുവോ? ചോക്കോ മിൽക്ക് ഷേക്കിന് ആദ്യം വേണ്ടത് ചോക്കോസ്. പിന്നീട് നമുക്ക് വേണ്ടത് പഴം, മിൽക്ക്. പിന്നീട് വേണ്ടത് നമുക്ക് ഷുഗർ പ്ലസ് ഹണി. ഇനി ഇതിന്റെ ടേസ്റ്റ് കൂടെ ബൂസ്റ്റ്. ഇനി നമുക്ക് ഈ ചോക്കോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനുള്ള മെത്തേഡിലോട്ട് പോകാം. അപ്പൊ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം ആദ്യം. എന്തുവാണ് കഴിച്ച് തീർക്കാതെ. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് ചോക്കോസും നമുക്ക് ആവശ്യമുള്ള അത്രയും ഷുഗർ കൂടി ആഡ് ചെയ്യാം. ഇതിന് ഈ ചോക്കോസ് ഒന്ന് ഇട്ട് ഇതിനകത്തോട്ട് അത് മൊത്തം ഇട്ടു. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് ചോക്കോസിനൊപ്പം കുറച്ച് ഷുഗർ കൂടി ആഡ് ചെയ്യാം. നമുക്ക് കുറച്ച് മധുരമൊക്കെ കൂടുതൽ വേണം. നിങ്ങൾ മധുരമൊക്കെ ബാലൻസ് ചെയ്തിട്ടാൽ മതി. ഇനി നമുക്ക് ഇടാം. അതിൻ്റെ പകുതി ഇടുവാണ് നമ്മുടെ. ഓക്കെ, ഇനി നമുക്ക് പൗഡർ ആക്കി എടുക്കാം രണ്ടും കൂടി. ഇനി നമുക്ക് മിക്സി ഓൺ ആക്കാവേ. ഓക്കെ, നമ്മുടെ ചോക്കോസും ഷുഗറും നല്ല പൗഡർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ഈ പാല്, ഫ്രോസൺ ആക്കി വെച്ച പാല് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ആ പഴം ഒന്ന് പൊളിച്ചേ. നമുക്കിനി ഒരു പഴം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, അത് നമ്മൾ ഒന്ന് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ മിക്സിയിലിട്ടത്. ഇനി നമുക്ക് ഈ ജാർ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ബൂസ്റ്റ് കൂടി ആഡ് ചെയ്യാം. ബ്രോ, കുറച്ച് ബൂസ്റ്റ് ഇടും. ഒരു 2 സ്പൂണോളം നമുക്ക് ആഡ് ചെയ്യാവേ. ഓക്കെ, ഹായ് ബ്രോസ്. ഇനി ബാക്കിയുള്ള പാലൂടെ ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ആദ്യത്തെ മെത്തേഡ് ആയിട്ടുള്ള ചോക്കോസും ഷുഗറും പൊടിച്ച് വെച്ചത് ഒന്ന് ഈ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഫുൾ ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കാം പെട്ടെന്ന്. ഓക്കെ, ഓക്കെ, നമ്മുടെ ഷേക്ക് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാ, നെക്സ്റ്റ് നമുക്കിതിലേക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. എടിനാ, നീ മൊത്തം ഹണി തീർത്തോണ്ടിരിക്കുവാണോ? നമുക്ക് ഷേക്ക് ഉണ്ടാക്കണ്ടതാ. താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് ഈ ഹണി ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാവേ. കുറച്ച് മതിയേ. ഓക്കെ, ഇനി നമുക്ക് ഈ മിക്സിയിലിട്ടൊന്ന് ഇതൊന്ന് അടിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ ചോക്കോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് പ്രസന്റ് ചെയ്യാം. നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിരിക്കുകയാണ്. അതിന് മുമ്പ് നമ്മുടെ ഗ്ലാസ് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളുടെ വീട്ടിൽ ചോക്ലേറ്റ് സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് റെഡിയാക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം ഹണിയാണുള്ളത്. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതൊന്ന് ചുമ്മാ ഒന്ന് നമ്മൾ ചെരിച്ചു കൊടുത്താൽ മതി. അപ്പം അത് തന്നെ അങ്ങ് ആയിക്കോളും. ഓക്കെ, ഇപ്പം നമ്മുടെ ഗ്ലാസ് സെറ്റ് ആയിട്ടുണ്ട്. ഈ മിൽക്ക് ഷേക്ക് ഒന്ന് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വാ, സൂപ്പർ.
ഇനി നമുക്ക് ഈ മിൽക്ക് ഷേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് നമുക്ക് ബൂസ്റ്റ് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മിൽക്ക് ഷേക്ക് നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കുട്ടി ഷെഫ് എല്ലാം കൂടി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ഇത് വീഡിയോയിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് തന്നെ ഇടുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടില്ല. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ക്ലാസ് നിങ്ങളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിന്റെ വിജയം തന്നെ. അതുകൊണ്ട് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിന്റെ ഫീഡ്ബാക്സ് കമന്റ് ആയിട്ട് തന്നെ ഇടുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കാര്യങ്ങളുമായിട്ട്